എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഷക്ക അവനാണെങ്കിൽ ഡോക്ടർ വേഗോഫ് പങ്കിനെ രക്ഷപ്പെടുത്താനായിട്ട് ആ ഒരു കണ്ടെയ്നറിന്റെ അടുത്തേക്ക് ഓടിയെടുക്കും. പക്ഷെ അടുത്ത നിമിഷം ആ വില്ലൻ അവൻ അവിടേക്ക് കടന്നു വന്ന് ഷക്കയെ ഷൂട്ട് ചെയ്യും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ സർഫിയംസുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത ദൂരത്തായിട്ട് ആ നേവി ഫോഴ്സ് അതാണെങ്കിൽ ആ ഐലാൻഡ് ലക്ഷ്യമാക്കി വരികയാണ്. കിസറുവും ആ 5 എൽഡേഴ്സിൽ ഒരാളുമാണ് മുൻനിരയിൽ ആ കപ്പലിലുള്ളത്. കിസറുവിനാണെങ്കിൽ കൺട്രോൾ പോവും. ഇനിയും ഒരുപാട് സമയം നമ്മളിതിൽ ട്രാവൽ ചെയ്യേണ്ടതുണ്ടോ? അതിനൊരു അസിസ്റ്റന്റ് പറയും, ഇനി ഒരുപാട് ദൂരമില്ല, നമ്മൾ ഓൾമോസ്റ്റ് അതിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. കിസറു ആണെങ്കിൽ അല്പനേരം കാര്യമായിട്ട് എന്തൊക്കെയോ ചിന്തിച്ചു നിൽക്കും. അതിനുശേഷം അവന് ഫുഡ് എടുത്ത് വെക്കാനായിട്ട് പറയുകയാണ്. അതേസമയം ആ 5 എൽഡേഴ്സിലുള്ള ആള് ഹായ് ആയിട്ടിരുന്ന് ഓഫ് ഐലാൻഡിന്റെ കൂടുതൽ കാര്യങ്ങൾ അത് മനസ്സിലാക്കും. കട്ട് ചെയ്ത ഇവിടെ ലാബ് കാണിക്കും. അവിടെ ജിംബയും സ്റ്റസിയും അവർ രണ്ടുപേരും നടക്കുന്ന കാര്യങ്ങൾ ഇതൊന്നായിട്ട് സെന്റമറുവിനെ അറിയിക്കുകയാണ്. മാത്രമല്ല നേവി ടീം അവർ മുഴുവനായിട്ടും ഈ ഒരു ഐലാൻഡ് തകർക്കാൻ വരുന്നുവെന്നും ഡോക്ടർ വേഗോഫ് പങ്ക് ഇദ്ദേഹമാണ് അവരുടെ ലക്ഷ്യം എന്നുള്ള കാര്യം അവളിപ്പോ അവനോട് പറയും. ഓഹർ ഐലാൻഡിന് എന്ത് സംഭവിച്ചോ അതാണ് നമ്മുടെ എഡ്ഹെഡ് ഐലാൻഡിന് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്. എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ ഡോക്ടർ വേഗോഫ് പങ്കിന്റെയും നമ്മളുടെയും ജീവനും ജീവിതവും എല്ലാം തന്നെ നശിക്കും. നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ വേഗോഫ് പങ്കിന്റെ കണ്ടുപിടുത്തങ്ങളും ഈ ഐലാൻഡും അത്രയും നശിക്കൂ. വോഹാറ ഐലാൻഡ് അത് നശിപ്പിച്ചതിനെ കഴിഞ്ഞും ക്രൂരമായിട്ടായിരിക്കും അവർ ഈ ഐലാൻഡ് അത് നശിപ്പിക്കാൻ പോകുന്നത്. വോഹാറ ഐലാൻഡിലുള്ളവർ റിസർച്ച് നടത്തിയോ അതേ റിസർച്ചാണ് ഡോക്ടർ വേഗോഫ് പങ്ക് അദ്ദേഹം നടത്താൻ ശ്രമിച്ചത്. അതറിഞ്ഞാണ് നേവി ഇത്തരത്തിലൊരു മൂവ്മെന്റ് അതിപ്പോൾ നടത്തുന്നത്. നമ്മുടെ മുൻപിൽ അധികം സമയമില്ല. എത്രയും വേഗം ആ നേവിക്കാർ ഇവിടെ എത്തും. അതിനു മുൻപ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അതല്ല എങ്കിൽ വലിയ അപകടമാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എത്രയും വേഗം എന്നെ അറിയിക്കണം. ആദ്യം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ എത്രയും വേഗം ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യും. ഉടനെ അവന്റെ ചുറ്റുമുള്ളവരാണെങ്കിൽ ഇപ്പൊ അവനോട് ചോദിക്കും, നേവിക്കാര് വോഹാറ ഐലാൻഡ് ഇല്ലാതാക്കിയതുപോലെ നമ്മുടെ ഐലാൻഡും ഇല്ലാതാക്കുവോ? വേഗോഫ് പങ്ക് അദ്ദേഹവും ഞങ്ങളും ചേർന്ന് ഒരുപാട് വർഷക്കാലം കഷ്ടപ്പെട്ടാണ് ഈ റിസർച്ച് മുഴുവൻ നടത്തിയത്. ഈ മെറ്റീരിയൽസ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവോ? ഇവിടെ അവനാണെങ്കിൽ കാര്യങ്ങളെല്ലാം കേട്ട് ദേഷ്യം കൂടി വരും. നിർത്തിടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. അസി പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ? ഇനി ഇവിടെ നിന്ന വലിയ അപകടം തന്നെയാണ്. സോ ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെടാനുള്ള മാർഗം അത് കണ്ടെത്ത്. വോഹാറ ഐലാൻഡില് അവിടെയുള്ളവർ അറിയാതെയാണ് ഈ അറ്റാക്ക് സംഭവിച്ചത്. പക്ഷെ ഇപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് എത്രയും വേഗം നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. എന്നിട്ട് അവരെല്ലാവരും അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ആരംഭിക്കും. അതേസമയം സെന്റമറു ആണെങ്കിൽ ഇപ്പൊ ഡോക്ടർ വേഗോഫ് പങ്കിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഒരു തവണ നേവിക്കെതിരെ തിരിഞ്ഞ പിന്നീട് ഒരിക്കലും നിങ്ങളെ വെറുതെ വിടില്ല. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഡോക്ടർ ആളാണെങ്കിൽ ആ യഥാർത്ഥ വില്ലനെ കണ്ട് ഷോക്കാവും. ഡോക്ടർക്ക് ഓൾറെഡി വില്ലനെ നന്നായിട്ട് അറിയാം. അവൻ ടെററായിട്ട് ചിരിച്ച് അതേ താഴേക്ക് കടന്നു വരികയാണ്. അവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ആ ഒരു സർഫ്യൂ അവളാണെങ്കിൽ ഇപ്പൊ ഫ്രാങ്കിയുടെ അടുത്തേക്ക് വരും. ഫ്രാങ്കി ദേഷ്യപ്പെട്ട് പറയും, നീ എന്റെ ഒരു പോർഷൻ അല്ലാക്കി മാറ്റി അടുത്തൊരു പോർഷൻ ഉപയോഗിച്ച് നിന്നെ ഞാൻ തകർക്കുമെന്ന് പറയും. അവൾ താഴേക്ക് നോക്കും. പിത്താക്രസ് അവന്റെ തല മാത്രം സെപ്പറേറ്റ് ആക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതിനവള് അവന്റെ തല അങ്ങനെ ചവിട്ടി പൊട്ടിക്കുകയാണ്. മൊത്തത്തിൽ ഇപ്പൊ പിത്താക്രസ് ലോക്ക്ഡൌൺ ആയിരിക്കുകയാണ്. അതേസമയം റോബിൻ ആൻഡ് ടീം അവർ ആ സെക്കൻഡ് ഫ്ലോറിലൂടെ ഡോക്ടറെ അന്വേഷിച്ച് കടന്നുപോകും. അറ്റ്ലസ് പെണ്ണാണെങ്കിൽ ആകെ ഷോക്കാണ്. കാരണം ആ സർഫിയൻസിനെ ആദ്യം ഇവര് കൺട്രോൾ എടുത്തതാണ്. പക്ഷെ ഇപ്പൊ അതിന്റെ കൺട്രോൾ മൊത്തമായിട്ട് നഷ്ടപ്പെട്ടു. ഓരോ ഭാഗത്തു നിന്ന് വലിയ വലിയ അറ്റാക്കുകളുടെ സൗണ്ട് അതവര് കേൾക്കും. റോബിൻ ആണെങ്കിൽ കാര്യമായിട്ട് മനസ്സിലാവും. ആദ്യം ജൂനിയർ വേഗോഫ് പങ്ക്സ് അവറ്റകളെ കൺട്രോൾ ചെയ്തതാണ്. അതിനുശേഷം ആരോ അവറ്റകളെ വീണ്ടും ഓവർ റേറ്റ് ചെയ്ത് കൺട്രോൾ എടുത്തു. അതാരാണെന്ന് കണ്ടെത്തണം. ലാബിലുള്ള ഒരാൾ തന്നെയാണ് അതിന്റെ പിന്നിൽ. ഇവിടെ ചോപ്പറിനാണെങ്കിൽ നമ്മുടെ നാമിയ ടീമിനെ ഓർത്താണ് ഒരുപാട് പേടിയും വിഷമവും ഒക്കെ. റോബിൻ ആണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കും. ഓൾറെഡി ശബ്ദം കേട്ടപ്പോൾ തന്നെ വീരനായകൻ സാഞ്ചി അവൻ അവിടേക്ക് പോയി കഴിഞ്ഞു. അവളെ അവൻ സേവ് ചെയ്യുമെന്ന് പറഞ്ഞ് അവര് മുൻപോട്ടേക്ക് പോകും. അറ്റ്ലസ് ആണെങ്കിൽ കൂലങ്കക്ഷമായിട്ട് ആലോചിച്ച് നമ്മുടെ ആൾക്കാരോട് പറയും, ലാബിൽ ആരും പോവാത്തൊരു സ്ഥലമുണ്ട്. എന്റെ ഊഹ ശരിയാണെങ്കിൽ ഡോക്ടർ അവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവരവിടേക്ക് പോകും. കട്ട് ചെയ്ത സാഞ്ചി ആണെങ്കിൽ ആ ജൂനിയർ ജിംബയെ അങ്ങനെ വെല്ലുവിളിക്കുകയാണ്. നിനക്കൊരു കാരണവശാലും നാമിയുടെ തെളിയില്ല. നീ ഒരു കുട്ടി ജിംബയാണെങ്കിലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയും. ആ ഗ്യാപ്പിൽ ബ്രൂക്ക് ആണെങ്കിൽ അവന്റെ സോളിനെ പുറത്തെടുക്കും. സോൾ പവർ ഉപയോഗിച്ച് അവൻ ഡോക്ടറെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് കടന്നു പോകും. ഗ്യാപ്പില് ജൂനിയർ ജിംബൈ അവൻ താഴേക്ക് പോയി ജൂനിയർ വേഗോഫ് പങ്കിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് വരികയാണ്. അത് കണ്ട സാഞ്ചി അവനെ തടയും. അതേസമയം ഇവിടെ 4th ഫ്ലോറിൽ ലൂഫിയും സോറോയും നേവിക്കാരും അവരെല്ലാവരും ചേർന്ന് ആ ഒരു സർഫ്യൂമുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അപ്പോഴായിരിക്കും നേവിക്കാർ പറയുക, ഈ സർഫ്യൂംസിന്റെ പ്രത്യേകത അവർ വീക്കായിട്ടുള്ളവരെ ആയിരിക്കും ആദ്യം അറ്റാക്ക് ചെയ്യുക. സ്ട്രോങ് ആയിട്ടുള്ളവരെ വീക്കാക്കി മാറ്റിയതിനു ശേഷം മാത്രമായിരിക്കും അവർ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കുക. കക്കുവും സോറോയും അവർ രണ്ടുപേരും ആ രണ്ടാമത്തെ സർഫ്യൂമിനെ ഫോളോ ചെയ്ത് അവരുടെ പിന്നാലെ പോകും.
പോകും. ആ ഗ്യാപ്പിൽ ലൂഫിയുടെ ഓപ്പണന്റ് ആയിട്ടുള്ള ആ ഒരു സർഫിയോം ഇപ്പൊ കക്കുവെ നോക്കി അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതിൽ ദേഷ്യം കയറിയ ലൂഫി അവൻ അറിഞ്ഞ പുറച്ചും ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ഓരോരോ ഭാഗത്തായിട്ട് ഇപ്പൊ ഓരോരോ പ്രശ്നങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്താണെങ്കിൽ നമ്മുടെ ജ്വല്ലറി പെണ്ണ് അവളുടെ പപ്പയുടെ പഴയ മെമ്മറീസ് ഇതെല്ലാം കണ്ട് നെഞ്ചു തകർന്ന് കരയും. മറ്റൊരു ഭാഗത്ത് ഡോക്ടർ വേഗോഫ് പങ്ക് അവൻ ആ യഥാർത്ഥ ചതിയനെ കണ്ട് ഷോക്കായിട്ടിരിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് 3 മാസങ്ങൾക്ക് മുൻപ് കാണിക്കും. 3 മാസങ്ങൾക്ക് മുൻപ് എഡ് ഹെഡ് ഐലാൻഡിൽ നിന്ന് ഏതോ ഒരാൾ ഇപ്പോൾ മറി ജോയ്സിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഡോക്ടർ വേഗോഫ് പങ്ക് ആള് ആ ഒരു 100 ഇയേഴ്സിന് മുൻപുള്ള വാർഡിനെ കുറിച്ചാണ് റിസർച്ച് ചെയ്യുന്നതെന്നുള്ള 100 ഇയേഴ്സ് വാർഡിനെ കുറിച്ചാണ് റിസർച്ച് ചെയ്യുന്നതെന്നുള്ള കാര്യം ഇപ്പൊ നേവി അറിയിക്കും. നേവി ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. അങ്ങനെ ഒരു മൂമെന്റ് വേഗോഫ് പങ്കിന്റെ ഭാഗത്ത് നിന്ന് അവർ എക്സ്പെക്ട് ചെയ്തതല്ല. ഈ കാര്യങ്ങൾ അറിഞ്ഞ നേവിക്കാരാണെങ്കിൽ CP7 അയർലാൻഡിലേക്ക് അയക്കുകയാണ്. അയർലാൻഡിലേക്ക് വന്ന് അവര് മുഴുവനായിട്ടും ചെക്ക് ചെയ്യും. അവിടെ അതൊരു തരത്തിലുള്ള റിസർച്ച് നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അവരാണെങ്കിൽ ആ കാര്യം റിപ്പോർട്ട് ചെയ്ത് അവിടുന്ന് കടന്നു പോകും. പക്ഷെ അവർ ആ ലാൻഡ് ക്രോസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ വലിയൊരു അല വന്ന് കപ്പലിലടിച്ച് ആ ഒരു കപ്പൽ തകർന്ന് അവിടേക്ക് വന്ന നേവി സോൾജേഴ്സ് അവരെല്ലാവരും തന്നെ കാണാതാവുകയാണ്. ഈ ഒരു കാര്യം ഡോക്ടർ വേഗോഫ് പങ്ക് ആളുടെ അറിവിലുണ്ടായിരുന്നില്ല. പിന്നീട് അവിടേക്ക് വന്ന നമ്പർ 7, 8, 6 എന്നിങ്ങനെ എല്ലാവരെയും ഇതുപോലെ തന്നെ കാണാതായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അയർലാൻഡിലേക്ക് വന്ന നേവിക്കാരും തന്നെ തിരികെ പോയില്ല. എഡ് ഹെഡ് ഐലാൻഡിലുള്ള ആ ഒരു ഒറ്റുകാരൻ അവനാണെങ്കിൽ വീണ്ടും മറി ജോയ്സിനെ കോണ്ടാക്ട് ചെയ്ത് സീനിയേഴ്സ് ആയിട്ടുള്ള ആ 5 എൽഡേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യും. അവന്റെ റിക്വസ്റ്റ് അത് ആക്സെപ്റ്റ് ചെയ്ത് അവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ചാൻസ് അവന് കിട്ടും. സോ ആ ഒരു സമയത്ത് അവൻ ഐലാൻഡിൽ ഡോക്ടർ വേഗോഫ് പങ്ക് നടത്തുന്ന ആ ഒരു റിസർച്ചിനെ കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അവർക്ക് കാര്യം മനസ്സിലാവും. സോ എത്രയും വേഗം ആ ഒരു ഐലാൻഡ് ഇല്ലാതാക്കാൻ 5 എൽഡേഴ്സ് അവർ ചേർന്നൊരു തീരുമാനം എടുക്കും. എത്രയും വേഗം ആ ഐലാൻഡ് നശിപ്പിക്കണം, അതല്ല എങ്കിൽ നമുക്കാണ് ആപത്ത്. സീൻ കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. സോ ആ ഒരു ഇൻഫർമേഷൻ അതിനെ ബേസ് ചെയ്താണ് ഇപ്പൊ 5 എൽഡേഴ്സിൽ ഒരാളും അതുപോലെ തന്നെ നേവി അഡ്മിറൽ കിസറും അവരെല്ലാവരും വലിയൊരു ബറ്റാലിയൻ നേവി ആയിട്ട് ആ ഐലാൻഡിലേക്ക് കടന്നു വരുന്നത്. ആ ഐലാൻഡ് നശിപ്പിക്കുക, ഡോക്ടർ വേഗോഫ് പങ്കിന്റെ റിസർച്ച് എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി അദ്ദേഹത്തെ തീർക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. അതിനിടയിലാണ് അവർക്ക് വലിയൊരു വെല്ലുവിളിയായി 4 എംപറേഴ്സിൽ ഒരാളായ സാക്ഷാൽ ലൂഫിയൻ ടീമും ഇവിടേക്ക് വന്നത്. അവർ ഡോക്ടർ വേഗോഫ് പങ്കിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് അവർക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. സോ അവരാണെങ്കിൽ വീണ്ടും അടുത്തുള്ള എല്ലാ നേവി ഫോഴ്സിന്റെയും സഹായം തേടി ഇപ്പോൾ വലിയൊരു പടയായിട്ട് ആ ഐലാൻഡ് ലക്ഷ്യമാക്കി പോകും. ഇപ്പോൾ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ അത് ലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തലവേദനയാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം തന്നെ ലോകം അറിയാതിരിക്കാനായിട്ട് നേവിക്കാർ അത്രയും കഷ്ടപ്പെട്ട് പ്രയത്നിക്കുന്നത്. കട്ട് ചെയ്ത ഇവിടെ അണ്ടർഗ്രൗണ്ടിലുള്ള ആ സീക്രട്ട് ലാബ് കാണിക്കും. അവിടെ ആ വില്ലനാണെങ്കിൽ ഷക്കയെ വീണ്ടും ഷൂട്ട് ചെയ്ത് താഴെ വേഗോഫ് പങ്കിന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. അവനാണെങ്കിൽ ഇപ്പൊ ഡോക്ടർ വേഗോഫ് പങ്കിന് നേരെ കൈയൊക്കെ വീശി കാണിച്ച് അവന്റെ അടുത്തേക്ക് വരും. ചുറ്റുമുള്ള സോൾജേഴ്സ് എല്ലാവരും കൈ ഉയർത്തി അവനോട് അവർ ലോക്ക് ചെയ്തിരിക്കുന്ന കണ്ടെയ്നർ അത് തുറന്നു വിടാനായിട്ട് ആവശ്യപ്പെടും. പക്ഷെ അത് അവൻ മൈൻഡ് ചെയ്യാതെ വേഗോഫ് പങ്കിന്റെ അടുത്ത് വന്നിരിക്കും. അത് മറ്റാരുമല്ല, ഭക്ഷണം കഴിച്ചും ഉറങ്ങിയും ബാത്റൂമിൽ പോയി റെസ്റ്റ് എടുക്കുന്ന ആ യോങ്. അവനാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്തത്. അവൻ ഡോക്ടർ വേഗോഫ് പങ്കിനോട് പറയും, എന്റെ ലക്ഷ്യത്തിലേക്കുള്ള ചെറിയൊരു മാർഗം മാത്രമാണ് നിങ്ങൾ. എനിക്ക് സെലസ്റ്റിയൽ ഡ്രാഗൺ ആവണം, അതിന് നേവി ഇംപ്രസ് ചെയ്യണം, അതിനുവേണ്ടിയാണ് ഇതെല്ലാം ഞാൻ ചെയ്തത്. ഡോക്ടർ വേഗോഫ് പങ്ക് ആണെങ്കിൽ അത് കേട്ട് ദേഷ്യപ്പെടും. ഓ നോ, അത്രയും ബാഡ് ആയിട്ടുള്ള ഒരാളായിട്ട് ജീവിക്കാനാണോ നീ ആഗ്രഹിക്കണേ? അതിനുവേണ്ടിയാണോ ഈ പാവൻ ഷക്കയെ ഇല്ലാതാക്കിയത്? അവളാണെങ്കിൽ അത് കേട്ട് പൊട്ടിച്ചിരിക്കും. ഷക്ക എന്തോ കാര്യമായിട്ട് നിങ്ങളോട് പറയാൻ വന്നതാണ്, അവനെ അതിന് ഞാൻ അനുവദിച്ചില്ല. മാത്രമല്ല ഇത്രയും വേഗോഫ് പങ്ക്സ് അത് ഈ ലോകത്തിന് തന്നെ വലിയ ഭാരമാണ്. സോ ഒരു വേഗോഫ് പങ്കിനെ മാത്രമേ ഇനി ഈ ലോകത്തിന് ആവശ്യമുള്ളൂ, അത് ഞാനാണ്. നിങ്ങളെയും ഈ ലോകത്ത് നിന്ന് തുടച്ചു നിൽക്കുന്നു പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ ഡോക്ടർ വേഗോഫ് പങ്കിന്റെ നേർക്ക് ഗണ്ണ് പോയിന്റ് ചെയ്യും. ഡോക്ടർ വേഗോഫ് പങ്കിനാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടണം എന്നറിയില്ല. ആരെങ്കിലും അവിടേക്ക് വന്നാൽ മാത്രമേ അവനെ സേവ് ചെയ്യാനായിട്ട് കഴിയൂ. ഇനി ബാക്കിയുള്ളത് ടോബിൻ ആൻഡ് ടീം അവർ മാത്രമാണ്. അവളാണെങ്കിൽ ടെററായിട്ട് ചിരിച്ച് ഇപ്പൊ ഡോക്ടർ വേഗോഫ് പങ്കിന് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്യുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.